പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ ഈ എന്താണ് ഈ ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങളിൽ കൃത്രിമം കാട്ടിയെന്ന് അർത്ഥമില്ല എന്ന് കോടതി പറയുന്നുണ്ട്. നല്ല കാര്യം. അത് സുരക്ഷിതമാണ് എന്ന് കോടതി പറയുന്നത് നല്ല കാര്യം. പക്ഷെ അത് ആത്യന്തികമായി അതിജീവിതക്കുള്ള ബാക്കി എല്ലാവരുടെയും ആശങ്കയ്ക്കപ്പുറം അതിജീവിതക്കുള്ള മറുപടിയാണ്. കാര്യം 15-ാം തീയതി, ഇപ്പോൾ കോടതി അതൊന്നും കേട്ടില്ലെങ്കിലും 15-ാം തീയതി ബാലേന്ദ്രകുമാർ പറഞ്ഞ 15-ന് വീട്ടിൽ വെച്ച് വീഡിയോ കണ്ടത് താൻ കണ്ടു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പോട്ടെ, ആ തെളിവൊന്നും കോടതി കണ്ടില്ല. ആ ഫയൽ അനുവിൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയ കാര്യം നമുക്ക് റിട്രീവ് എടുത്ത കാര്യമുണ്ട്. മാത്രമല്ല, ഈ പറയുന്ന ആ വീഡിയോയ്ക്ക് എത്ര GB ഉണ്ട്, അതിൻ്റെ ഫയൽ നെയിം എന്താണ് എന്നൊക്കെ ഒരു വക്കീൽ എഴുതണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ടുണ്ടാവണം. വീഡിയോ ആരൊക്കെ കണ്ടു, അതൊക്കെ എന്തൊക്കെ ചെയ്തു, അതൊക്കെ എന്തൊക്കെ പകർപ്പെടുത്തു, അല്ലെങ്കിൽ ഈ കോടതി മുറിക്കുള്ളിൽ ഈ 3 അവന്മാർ എന്ത് ചെയ്തു എന്നതിൽ അന്വേഷണം ഉണ്ടാവണ്ടേ? ആ ദൃശ്യങ്ങൾ പരിപൂർണമായി സുരക്ഷിതമാണ്, അതെന്നേക്കുമായി കുഴിച്ചു മൂടപ്പെട്ടു എന്ന അതിജീവിതയ്ക്ക് ഉറപ്പ് കൊടുക്കണ്ടേ? അതുണ്ടാവാതിരിക്കുന്നത് എന്തൊരു ഭീകരാവസ്ഥയാണ് ശ്രീ പ്രശാന്ത് പത്മനാഭൻ. തീർച്ചയായിട്ടും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വിശ്വാസം വരണം കോടതി നടപടികളിൽ. ഈ കോടതി അടച്ചിട്ട മുറിയിൽ നടത്തുന്ന ഇൻ ക്യാമറ പ്രൊസീഡിങ് നടത്തുന്നത് സർവൈവറുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്നാണ് വെയ്പ്പ്. അതായത് അവർക്ക് വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പബ്ലിക്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി. അതിലുപരിയായിട്ട് പൊതുജനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കോടതി എങ്ങനെയാണ് ഈ തീരുമാനത്തിലെത്തിയത് എന്ന് ഉള്ള കാര്യങ്ങൾ, എവിഡൻസ്, തെളിവുകൾ കൊടുത്തത് കോടതി ശരിക്കും കൺസിഡർ ചെയ്തോ, ഏതൊക്കെ തെളിവുകളാണ് കോടതി എടുത്തത്, എന്തുകൊണ്ടാണ് തള്ളിയത്, ഇതെല്ലാം അറിയാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഉണ്ട്. കാരണം ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഇത് അതിജീവിതയുടെ മാത്രം പോരാട്ടമല്ല, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. അതിൽ ഒരു ഗൂഢാലോചന, ഒരു കൊട്ടേഷൻ റേപ്പാണെന്നുള്ളത് അതിജീവിതയാണ് പറയുന്നത്. ആ കാര്യത്തിൽ അവരെ അവിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ല. ഈ പറയുന്ന മാടവാരാണെന്ന് കണ്ടുപിടിക്കുന്നതൊന്നുമല്ല ഇഷ്യൂ. അതിജീവിത ഇന്നിപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കരുതെന്ന് ഏതെങ്കിലും അതോറിറ്റികൾ ഇൻക്ലൂഡിങ് കോടതി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റി. കാരണം ഇവിടെ അതിജീവിത തന്നെ ഏറ്റവും വളരെ ധീരമായിട്ടൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ എഴുതിയിരിക്കുകയാണ്, ഐ റിപ്പീറ്റഡ്ലി റിക്വസ്റ്റഡ് എ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ ടാമ്പറിംഗ് ഓഫ് മൈ മെമ്മറി കാർഡ്. ഇതിനകത്ത് accused filed a petition requesting that the same judge continue to hear the case. This raised even more serious doubt in my mind. അപ്പം നീതി നടപ്പാക്കിയെന്ന് അവർക്ക് തോന്നുന്നില്ല, നമുക്ക് ആർക്കും തോന്നുന്നില്ല. അപ്പോൾ കണ്ടംപ്റ്റ് എടുക്കുകയാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ എടുക്കണം. അതിജീവിതയ്ക്കെതിരെ ഇവരാണ് പറയുന്നത്, പബ്ലിക്കിനോട് വിളിച്ചു പറയുകയാണ്, എനിക്ക് ഈ കോടതിയിൽ വിശ്വാസമില്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ഇതിനകത്ത് ഈ പറയുന്ന ഭീഷണി കൊണ്ടൊന്നും ആളുകൾ ഇത് ചോദ്യം ചെയ്യാതിരിക്കില്ല, സത്യം വെളിയിൽ വരാതിരിക്കുകയുമില്ല. സത്യം ഹൈക്കോടതിയിൽ വീണ്ടും ഞാൻ പറഞ്ഞത് നേരത്തെയുള്ള പുതുതായിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്, പുതിയ വെളിപ്പെടുത്തലുകളുണ്ട്, പുതുതായിട്ട് സുനി കൊടുത്ത അഭിമുഖങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്തൊക്കെ ദിലീപേട്ടനാണ് എന്നോട് ഇത് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പുറത്തൊരു അന്വേഷണം വേണ്ടേ? ഇത് നമ്മൾ ജീവിക്കുന്നത് ഒരു നിയമവ്യവസ്ഥയുടെ കീഴിലാണെങ്കിൽ ഹൈക്കോടതിയിൽ പോകുമ്പോൾ അഡീഷണൽ എവിഡൻസ് എടുക്കാമല്ലോ. ഹൈക്കോടതിക്ക് അഡീഷണൽ എവിഡൻസ് എടുത്ത് ഈ ടാമ്പർ ചെയ്തത് തീർച്ചയായിട്ടും അതിൻ്റെ കോടതിയുടെ രക്ഷയിലിരിക്കുന്ന ഒരു സാധനം, ഒരു ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ടാമ്പർ ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് ഇല്ലീഗലായിട്ട് ആക്സസ് ചെയ്തത്, അതിൻ്റെ പുറത്ത് ഹൈക്കോടതി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് എവിടെ, അത് എന്താണ് പറയുന്നത്, എന്ത് നടപടി എടുത്തു എന്നറിയാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഉണ്ട്. ഹൈക്കോടതിയിൽ കേസ് നടക്കുമ്പോൾ അഡീഷണൽ എവിഡൻസ് എടുത്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും തുറക്കപ്പെടും. ഇതിനകത്ത് എവിഡൻസ് ഓൾറെഡി കൊടുത്തിട്ടുള്ള എവിഡൻസ് കോടതി എങ്ങനെയാണ് പരിഗണിച്ചത്, എന്തുകൊണ്ട് തള്ളി എന്നുള്ള ചോദ്യം വരില്ലേ? അതെല്ലാം വരും. പിന്നെ അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞു കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു കോടതിക്കകത്ത് ഗുണ്ടായുസം കാണിക്കുമ്പോൾ കോടതി നോക്കി നിന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മളിത് പരിശോധിക്കുന്നത്? ഇത് വീഡിയോ റെക്കോർഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കാര്യം തെറ്റാണെങ്കിൽ അത് വെളിപ്പെടുത്തണ്ടേ? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് വെളിയിൽ ആരും അറിയരുതെന്നുള്ള രീതിയിൽ അത് ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ് ഇതൊരു ഹരാസ്മെൻ്റ് ആയിട്ട് മാറിയോ എന്നുള്ള ചോദ്യം ഉയരുന്നത്? സാധാരണഗതിയിൽ ഒരു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ വിധി അതിന് ഇറ്റ് ഷുഡ് സ്പീക്ക് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയും. ആ ജഡ്ജ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ തോന്നണം ആ നീതി നടപ്പായിട്ടുണ്ട്. അങ്ങനെ തോന്നുന്നില്ല, ആർക്കും തോന്നുന്നില്ല, അതിജീവിതയ്ക്ക് തോന്നുന്നില്ല, പ്രോസിക്യൂഷന് തോന്നുന്നില്ല. ഇതിനകത്ത് നമുക്ക് ശിക്ഷാവിധി കേട്ട ഒരാൾക്ക് പോലും ഒരിക്കലും മനസ്സിലാകാത്തൊരു കാര്യം, ഇത്ര ക്രൂരമായ ഒരു കൃത്യം നടന്നിട്ട് ഇതെല്ലാം വളരെ വിശദമായിട്ട് കേട്ടിട്ട് ഏറ്റവും മിനിമം സെൻറ്റൻസ് ആണ് കൊടുക്കുന്നത്. കൊട്ടേഷൻ റേപ്പെടുത്ത് ചെയ്യുന്ന ആൾക്ക് ആ എക്സിക്യൂട്ട് ചെയ്ത് എല്ലാവരും കൂടി ഇത് പദ്ധതി നടപ്പാക്കി കഴിഞ്ഞപ്പോൾ അതിന് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ. എന്താണ് ഇതിനൊക്കെയുള്ള ന്യായീകരണം? യാതൊരു ന്യായീകരണവുമില്ല. ഹൈക്കോടതിയിൽ ഇത് പുനഃപരിശോധിക്കപ്പെടും. ഇത് അവിടെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ എവിഡൻസ് റിവേഴ്സ് ചെയ്യപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിയമത്തിൻ്റെ നൂലാമാലകളിലെ ടെക്നിക്കാലിറ്റി വെച്ചിട്ട് തള്ളിക്കറയേണ്ട കാര്യങ്ങളല്ല. അതെല്ലാം പുനഃപരിശോധിക്കപ്പെടും. അവിടെ സത്യം വെളിപ്പെടും. അപ്പോൾ പലരും
ചിലരൊക്കെ നമ്മൾ ഇതുവരെ സംശയിക്കാത്ത ആളുകൾ ചിലപ്പോൾ സംശയത്തിൻ്റെ നേരിലേക്ക് വന്നേക്കാം, അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോഴതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ എവിടെയോ വലിയൊരു പാളിച്ച വന്നിട്ടുണ്ട്. നീതി നിർവഹണ വിഭാഗത്തിൽ അവിടെ ഒരു വലിയ പാളിച്ച വന്നിട്ടുണ്ട്. ഒരിക്കലും ആ വിധി വായിച്ചു കഴിഞ്ഞാൽ നീതി നടപ്പായി എന്നൊരു ആത്മവിശ്വാസം വരുന്ന രീതിയിലുള്ള ഒരു വിധിയേ അല്ലത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.